തിരുവനന്തപുരം ജില്ലയിൽ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാകുന്നു. ജനറൽ ആശുപത്രിയെയും തൈക്കാടുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയെയും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാക്കി ഉത്തരവിറക്കിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആകുന്നതോടെ ആദ്യഘട്ടത്തിൽ 100 MBBS സീറ്റാകും ഇവിടെ സജ്ജമാകുക. സനിസയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സനിസ, വിശദാംശങ്ങൾ. ഷാമിലിനെ മുൻപേ തന്നെ ബജറ്റിലടക്കം ഈ രണ്ടാമത് മെഡിക്കൽ കോളേജിനെ പറ്റി ആരോഗ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയതാണ്. കൂടാതെ കെ കരുണാകരന്റെ പേരിൽ ഈ മെഡിക്കൽ കോളേജ് വരുമെന്ന ഉത്തരവ് മുൻപേ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഈ തൈക്കാട് ആശുപത്രിയും അതുപോലെ തന്നെ ജനറൽ ആശുപത്രിയും കൂടെ ഉൾപ്പെട്ടതായിരിക്കും മെഡിക്കൽ കോളേജ് എന്ന് മുൻപേ തന്നെ പ്രഖ്യാപനം വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ജനറൽ ആശുപത്രിയും തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയും ഏറ്റെടുത്തുകൊണ്ടിട്ടുള്ള ഉത്തരവ് വന്നിരിക്കുകയാണ്. ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള 2 ആശുപത്രികളെയും ഇനി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാക്കിയിട്ടാണ് ഉത്തരവ്. കെട്ടിടങ്ങളും ഉപകരണങ്ങളും ജീവനക്കാരും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലായിരിക്കും ഇനി വരിക. ഇവിടുത്തെ ഡോക്ടർമാരെ ഡീംഡ് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലായിരിക്കും ഇവിടുത്തെ ഡോക്ടർമാർ ഇനി പ്രവർത്തിക്കുക. ഭരണനിർവഹണത്തിനും കൂടുതൽ വ്യക്തത വരുത്താനും തീരുമാനമായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 100 MBBS സീറ്റുകളായിരിക്കും നൽകുക. ഈ ഡീംഡ് ഡെപ്യൂട്ടേഷൻ വഴി ഈ NMC നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അത്തരമൊരു രീതിയിലേക്ക് ഡോക്ടർമാരുടെ പ്രവർത്തനം മാറ്റുന്നത്. കാരണം ഒരു മെഡിക്കൽ കോളേജ് അതിന് ലൈസൻസ് ലഭിക്കണമെങ്കിൽ കൃത്യമായിട്ട് ഇത്ര എണ്ണത്തിൽ ഡോക്ടർമാരും സീനിയർ ഡോക്ടർമാരും ഇത്ര സീറ്റുകളും മറ്റ് നഴ്സുമാരും എല്ലാ സജ്ജീകരണവും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർമാരുടെ പാരന്റ് തസ്തികയിൽ നിന്നും അവരുടെ വകുപ്പിൽ നിന്നും ഒന്നും മാറ്റാതെ തന്നെ അവരുടെ നിലവിലെ ഡ്യൂട്ടികളും പ്രവർത്തനങ്ങളും ഒന്നും മാറ്റാതെ തന്നെ അവരെ മറ്റൊരു വ്യവസ്ഥയിലേക്ക് മാറ്റുന്നതിനെയാണ് ഈ ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. എന്തായാലും ഈ രണ്ടാമത് മെഡിക്കൽ കോളേജിന് അംഗീകാരം ലഭിക്കാനുള്ള എല്ലാ നടപടികളും ആരോഗ്യ വകുപ്പ് എടുത്തു തുടങ്ങിയെന്ന് പറയാം. ശ്യാമിലി, ശരി.